അബ്ദുള്ള ഇബ്നു സലാം നമുക്കറിയാം, മദീനയിലെ ജൂത പണ്ഡിതനാണ്. അദ്ദേഹമായിരുന്നു അവർക്ക് ഏറ്റവും പ്രിയങ്കരനായ നേതാവ്. അദ്ദേഹത്തിൻ്റെ പിതാവും ഒക്കെ അവർ പാരമ്പര്യമായിട്ട് യഹൂദന്മാരുടെ മത പുരോഹിതന്മാരും പണ്ഡിതന്മാരാണ് കാലങ്ങളായി. അബ്ദുള്ള ഇബ്നു സലാം അത് അവർ തന്നെ പറയുന്നുണ്ട്, അൻത സയ്യിദുന വ ഇബ്നു സയ്യിദിന വ അൻത ഖൈറുന വ ഇബ്നു ഖൈരിന. യഹൂദർ തന്നെ പറയുന്നു, ഞങ്ങളിൽ വിശുദ്ധൻ, വിശിഷ്ടൻ, ആലിമുന വ ഇബ്നു ആലിമിന, ഞങ്ങളുടെ പണ്ഡിതൻ്റെ മകൻ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അത് ഈ അബ്ദുള്ള ഇബ്നു സലാമിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിതാവ് സലാമിനെ കുറിച്ചും പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. കാരണം ആ ഒരു കുടുംബ പാരമ്പര്യം അങ്ങനെ. ഈ അബ്ദുള്ള ഇബ്നു സലാം എന്ന പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് കീഴ്പ്പെടുത്തിയത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിൽ ഈ അബ്ദുള്ള ഇബ്നു സലാം എന്ന് പറയുന്ന പണ്ഡിതൻ ആകൃഷ്ടനായത് എങ്ങനെയാണ്? അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ, അദ്ദേഹം യഹൂദ പണ്ഡിതനാണ്, മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം, ഇഞ്ചല ഫന്നാസ് ഇലൈഹി എന്നാണ്. ജനങ്ങൾ ഒന്നായിട്ട് ഒഴുകുകയായിരുന്നു തിരുദൂതരുടെ ലക്ഷ്യമാക്കിയിട്ടെന്നാണ്. ആബാല വൃതം ജനങ്ങൾ, സ്ത്രീ പുരുഷ ഭേദമന്യേ ഒഴുകാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന ഭാഗത്തേക്ക്. അതാണ് അയാളുടെ പ്രയോഗം. അപ്പം അദ്ദേഹം പറയുന്നത്, ഞാനും ഈ ആൾക്കൂട്ടത്തിൽ ഒഴുകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രയോഗം ഫലമ്മസ്തസബ്ബത്തു വജ്ഹ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തെ, നബിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു പ്രവാചകനാണ് എന്നുള്ളത് ഞാനൊന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ അദ്ദേഹം പറയും, അലിംതു വജ്ഹഹു അന്ന വജ്ഹഹു ലൈസ ഫീ വജ്ഹിഹി കദ്ദാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഞാൻ പ്രവാചകനാണെന്ന് അത് നോക്കി ഉറപ്പിക്കാൻ നിരീക്ഷിച്ചപ്പോൾ ആ മുഖം ഒരു കദ്ദാബിൻ്റെ, വ്യാജം പറയുന്നവൻ്റെ മുഖമല്ല എന്നുള്ളത് ഞാൻ തീർച്ചപ്പെടുത്തി ഉറപ്പാക്കിയെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ തിരുമുഖം കണ്ടു, തിരുമൊഴികൾ ഞാൻ കേട്ടു. അദ്ദേഹം പറയുകയാണ്, അയ്യുഹന്നാസ് അഫ്ഷു സലാം വഅത്ഇമു തആം വസിലൂ ബിൽ അർഹാം വസല്ലൂ ബിൽ ലൈലി വന്നാസു നിയാം. ഇത് ഓതിയാണ് അദ്ദേഹം മദീനയിലേക്ക് വരുന്നത്. അയ്യുഹന്നാസ് അഫ്ഷു സലാം, സലാം വ്യാപിക്കുന്നതിന്, അത്ഇമു തആം അഗതികൾക്ക് അന്നം നൽകുന്നതിന്, അതേപോലെ ആതിഥ്യം അരുളുന്നതിന്, വസിലൂ ബിൽ അർഹാം രക്തബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്, വസല്ലു ബില്ലൈൽ വന്നാസു നിയാം രാത്രി നമസ്കരിക്കുന്നതിന്, പിന്നെ തദ്ഖുലുൽ ജന്നത ബിസലാം സ്വർഗപ്രവേശനം സുരക്ഷിതമായി സാധ്യമാകുന്നതിനൊക്കെ അദ്ദേഹം ആ തിരുമൊഴികളെ അവിടെ പൊഴിച്ച് വരുന്ന ആ രംഗം കണ്ടാണ് ഈ പണ്ഡിതൻ ആദ്യം യൂത പുരോഹിതന്മാരിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം അടുത്തറിഞ്ഞ് മനസ്സിലാക്കി സൂക്ഷ്മമായി നോക്കി വായിച്ച് കേട്ടറിഞ്ഞ് അദ്ദേഹം ആകൃഷ്ടനാകാണ് ചെയ്തത് ഈ ഒരു പണ്ഡിതൻ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു പണ്ഡിതനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? വിശുദ്ധ ഖുർആനിൽ സൂറത്ത് റഅദിൽ, സൂറത്ത് അഹ്ഖാഫിൽ ഒക്കെ ഈ മഹാന്റെ മഹത്വം ഘോഷിക്കുന്ന ആയത്തുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, സഅദ് ബിൻ അബി വഖാസ് പറയാണ്, ഭൂമിക്കുപരിയിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അബ്ദുള്ള ഇബ്നു സലാമിനാണ്, എൻ്റെ അറിവിൽ എന്നാണ് സഅദ് ബിൻ അബി വഖാസ് പറഞ്ഞത്. ഭൂമിക്കുപരിയിൽ നടക്കുന്നവരിൽ സ്വർഗത്തിന് അർഹനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടത് ഈ അബ്ദുള്ള ഇബ്നു സലാമിൻ്റെ വിഷയത്തിലാണ് എന്ന് സഅദ് ബിൻ അബി വഖാസ് പറയാം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം നമുക്കറിയാം പണ്ഡിതന്മാരിൽ പ്രമുഖനാണ്. അന്ത്യനാളിൽ പണ്ഡിതന്മാർ വരുമ്പോൾ അവരുടെ എത്രയോ മുമ്പേ അവരെ നയിച്ച് മുന്നോട്ട് പോകുന്ന മഹാനാണ് മുആദ് ബിൻ ജബൽ. ഈ മുആദ് റളിയല്ലാഹു തആല അൻഹു സിറിയയിലെ അംവാസിൽ രോഗത്തിനടിപ്പെട്ട് അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടുന്ന സമയം ആളുകളോട് പറയുന്നുണ്ട്, അജ്ലിസൂനി, നിങ്ങൾ എന്നെ ഒന്ന് പിടിച്ചിരുത്തൂ എന്ന്. അദ്ദേഹം ഇരുത്തപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന നിശ്വാസങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇന്നൽ ഇൽമ വൽ ഈമാന ബിമകാനിഹിമ, ഈമാനും ഇൽമും അതിൻ്റെ സ്ഥാനങ്ങളിൽ തന്നെ ഉണ്ട്. ആരതിനെ തേടി ചെല്ലുന്നു അതവർക്ക് ലഭിക്കും എന്ന അർത്ഥത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങൾ ഇനി ഇൽമ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ 4 പേരെ പറയാണ്. അതൊന്ന് ഉവൈമിർ അബുദർദ, 2 സൽമാനുൽ ഫാരിസി, 3 അബ്ദുള്ള ഇബ്നു മസ്ഊദ്, 4ാമത് പറഞ്ഞത് അബ്ദുള്ള ഇബ്നു സലാം. എന്നിട്ട് ഭരണത്തിൻ്റെ അവസാന നിശ്വാസം ശേഷിക്കുന്ന സമയം മുആദ് റളിയല്ലാഹു തആല പറയുകയാണ്, അബ്ദുള്ള ഇബ്നു സലാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നഹു ആശിറു അശറത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ 10ാമത്തെ സ്ഥാനം അലങ്കരിക്കുന്ന ആളായിരിക്കും അബ്ദുള്ള ഇബ്നു സലാം എന്ന്. മനസ്സിലായി? ഇതുപോലത്തെ ചരിത്രം ഈ അബ്ദുള്ള ഇബ്നു സലാമിൻ്റെ വിഷയത്തിൽ നമ്മൾ വായിക്കും.
കാരണം ഇസ്ലാം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനത്തിൽ അദ്ദേഹത്തിന് വക വെച്ച് നൽകിയ ആദരവുകളാണ് ഇതൊക്കെ. ഒരിക്കൽ മസ്ജിദ് നബവിയിൽ അബ്ദുല്ലാ ഇബ്നു ഉമറും മറ്റൊരു സഹാബി ഇരിക്കുമ്പോൾ ഈ അബ്ദുല്ലാ ഇബ്നു സലാം നിസ്കരിക്കാൻ വേണ്ടി വന്ന്, അപ്പോൾ അദ്ദേഹത്തെ നോക്കിയിട്ട് ഈ രണ്ട് സഹാബികൾ അബ്ദുല്ലാ ഇബ്നു ഉമറും അവരനും പറയാണ്, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാർഹനാണ്. പിന്നെ അബ്ദുല്ലാ ഇബ്നു സലാമിനോട് ആളുകൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഈ സാക്ഷ്യം പറയുന്നത്? അപ്പം അദ്ദേഹം പറയാണ്, ഞാൻ കണ്ട ഒരു സ്വപ്നം പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കഥിച്ചിരുന്നു. ആ സ്വപ്നത്തിനെ പുരസ്കരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അൻത അലൽ ഇസ്ലാമി ഹത്താ തമൂത്ത്, നിങ്ങൾ മരിക്കുന്നത് വരേക്കും നിങ്ങൾ ഇസ്ലാമിലായിരിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ ആ വെളിച്ചത്തിലായിരിക്കാം അവർ ഈ പറഞ്ഞതെന്ന് അബ്ദുല്ലാ ഇബ്നു സലാം പറഞ്ഞു എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അബ്ദുല്ലാ ഇബ്നു സലാം എന്ന് പറയുന്ന ഹബർ യഹൂദ പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞു, തിരുദൂതരെ അനുഭവിച്ചു, നേരിട്ട് ശ്രവിച്ചു, സംവദിച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ട് അദ്ദേഹം മഹാരഥനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു, ബഹുമാനിച്ചു. അതിൽ ചില ചരിത്ര സാക്ഷ്യങ്ങളാണ്. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം, പ്രവർത്തനം, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നോട് എന്നും വൈരാഗ്യവും ശത്രുതയും അസൂയയും വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗത്തിലെ മെമ്പറാണെന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഇത്തരം പുരോഹിതന്മാരോട്, പണ്ഡിതന്മാരോട് വർത്തിച്ചത് നമ്മൾ വായിക്കുന്നില്ല. ഇത്തരം മഹിത മാതൃകൾ പ്രായപുറക്കുമ്പോൾ